ഇസ്രയേൽ ഗാസ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ പ്രധാന ഉപാധികൾ അംഗീകരിച്ച് ഹമാസ്. ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറുന്നതിനുമാണ് ഹമാസ് സമ്മതമറിയിച്ചത്. സമാധാന കരാർ അംഗീകരിക്കണമെന്ന് US പ്രസിഡന്റ് ഹമാസിന് അന്ത്യശാസനം നൽകിയിരുന്നു. ഒടുവിൽ ട്രംപിന്റെ അന്ത്യശാസനത്തിന് ഭാഗികമായി വഴങ്ങി ഹമാസ്. ട്രംപ് മുന്നോട്ട് വച്ച സമാധാന പദ്ധതിയിലെ പ്രധാന ഉപാധികൾ അംഗീകരിച്ചു. എല്ലാ ഇസ്രയേലി ബന്ദികളെയും വിട്ടയക്കാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചു. മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയ ഹമാസ് മറ്റ് ഉപാധികളിന്മേൽ കൂടുതൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടു. ഹമാസിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. മേഖലയിലെ തുടർ കാര്യങ്ങൾ അമേരിക്കയുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഇസ്രയേലും അറിയിച്ചു. ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കാനും ശത്രുത അവസാനിപ്പിക്കാനും ഹമാസിന് നൽകുന്ന അവസാന അവസരമാണിതെന്ന് ട്രംപ് നേരത്തെ അന്ത്യശാസനം നൽകിയിരുന്നു. ഏത് വഴിയിലൂടെയും സമാധാനം ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയിൽ ഒരു താൽക്കാലിക ഭരണകൂടം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുള്ള 20 ദിന പദ്ധതിയാണ് ട്രംപ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. പലസ്തീൻകാർ ഗാസ വിട്ടുപോകണമെന്ന് കരാറിൽ നിർദ്ദേശമില്ല. ഹമാസ് കരാർ അംഗീകരിക്കുകയാണെങ്കിൽ ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും 72 മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കണമെന്നും നിബന്ധനകൾ നിലവിൽ വന്നുകഴിഞ്ഞാൽ ഇസ്രയേലി സേന ഘട്ടം ഘട്ടമായി പിന്മാറണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഒക്ടോബർ 2023 ആക്രമണത്തിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനം ഉറപ്പാക്കാനുള്ള മാസങ്ങളായുള്ള ശ്രമങ്ങളിൽ ഇത് നിർണായകമായ വഴിത്തിരിവാകും. ന്യൂസ് ഡെസ്ക് അമൃത TV.